എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവ് വീണ്ടും നമുക്ക് ഒരുക്കി തരുന്ന പുതിയ അനുഭവങ്ങൾക്കും പുതിയ സാക്ഷ്യങ്ങൾക്കും പുതിയ എല്ലാ നന്മകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പഴയതിനെ നമുക്ക് മറക്കാം, എന്നാൽ പഴയ പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. പഴയത് മറക്കണം, എന്നാൽ ആ പഴയതിൽ നിന്ന് ദൈവം നമുക്ക് ഓരോ പാഠങ്ങൾ തരുന്നുണ്ട്. ഓരോ പഴയതും ചിലത് മറക്കാൻ ആഗ്രഹിക്കുന്നത് അത് വേദനകളായിരുന്നു, അത് സങ്കടങ്ങളായിരുന്നു, അത് ദുഃഖങ്ങളായിരുന്നു. അത് മറന്നേ മതിയാവും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ള ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുന്നു. ഒരാൾ ദർശനത്തിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പഴയ പാസ്റ്റിലേക്ക്, കഴിഞ്ഞ കാലങ്ങളിലോട്ട് പുറകോട്ട് പോകുന്നതെന്നാണ്. ഒന്നുകിൽ നാം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നാം പുറകോട്ട് പോകും. നമ്മെ തടഞ്ഞു നിർത്തുന്ന പഴയകാല ചരിത്രങ്ങളുണ്ട്, നമ്മെ മുന്നോട്ട് വിടാത്ത പഴയതുണ്ട്. പഴയതിനെ മറക്കുക, ആ പാഠങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ പുതിയതിലേക്ക് കാലെടുത്ത് വയ്ക്കുക, ദർശനത്തോടെ മുന്നോട്ട് പോവുക. ഇന്നലകളിൽ ജീവിക്കാതെ നാളെകൾക്ക് വേണ്ടി ചുവടുകൾ വയ്ക്കുക. ഇന്നുകളിൽ വരാൻ പോകുന്ന നല്ല നാളെകളെ കാണുക. കർത്താവ് അതിനുള്ള കൃപ ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക് തരും. ജോസഫിന് ദൈവം നല്ല നാളെകൾ കാണിച്ചു കൊടുത്തു. ആ നല്ല നാളെകളെക്കുറിച്ചുള്ള ചിത്രം ഇന്നുകളുടെ വേദനകളെ അതിജീവിക്കാൻ ജോസഫിനെ ശക്തീകരിച്ചു. ഇന്നലകളെ മറക്കാനും തന്നെ ശക്തീകരിച്ചു. നാളെകൾ അത്ഭുതമായി മാറും. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാളെകൾ അതിശയമായി മാറും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനായി. യേശുവേ, നീ ഓർത്തതിനായി എന്നെ നീ മാനിച്ചതിനായി എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനായി. യേശുവേ, നീ ഓർത്തതിനായി എന്നെ നീ മാനിച്ചതിനായി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം,
ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്റെ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ, അങ്ങയുടെ സൗമ്യതയാണ് ഞങ്ങളെ വലിയവരാക്കിയത് കർത്താവ്. അങ്ങയുടെ സഹിഷ്ണുതയാണ് ഞങ്ങൾ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത്. അങ്ങ് നല്ലവൻ. ഞങ്ങൾക്ക് എന്നും പാടാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ. എല്ലാ കാലത്തും ഞങ്ങൾക്ക് പാടാൻ ഒറ്റൊരു കാര്യമേ ഉള്ളൂ കർത്താവ്. അങ്ങ് നല്ലവൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് മതിയായവൻ. യേശുവേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലെ 4-ാം വാക്യമാണ് ഇന്നലെ വായിച്ചത്. അബ്രഹാമിൻ്റെ ചരിത്രമായിരുന്നു. അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അടുത്ത വാക്യം, അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശമായി കൊടുത്തില്ല. അവന് സന്തതിയില്ലാതിരിക്കെ അവനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അബ്രഹാം ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോയി. എന്നാൽ ഒരു കാലടി സ്ഥലം പോലും അബ്രഹാമിന് കൊടുത്തില്ല. ആ ദേശത്ത് അവൻ വസ്തുവില്ലാത്തവനായി, മക്കളില്ലാത്തവനായി ജീവിച്ചു. എന്നാൽ ആ സ്ഥലത്ത് ദൈവം അവനെ കാലടി വയ്ക്കുവാൻ കൃപ കൊടുത്തു. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ നെടുകെ കുറുകെ സഞ്ചരിക്കാൻ പറഞ്ഞു. തല പൊക്കി 4 ദിക്കിലേക്ക് നോക്കാൻ പറഞ്ഞു. നീ കാണുന്നതെല്ലാം നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി അവകാശമായി തരുമെന്ന് പറഞ്ഞു. കാലുകുത്തിയ സ്ഥലം, ഒരടി പോലുമില്ല. തലപൊക്കി നോക്കിയ സ്ഥലം അനേകരുടെ കയ്യിൽ കിടക്കുകയാണ്.
എന്നാൽ കാലങ്ങൾക്ക് ശേഷം നമുക്കറിയാം, അബ്രഹാം തലപൊക്കി നോക്കിയ സ്ഥലം മുഴുവനും, അബ്രഹാം കാൽനടയായി നെടുകയും കുറുകയും നടന്ന ആ സ്ഥലം മുഴുവനും, അബ്രഹാം ഓരോ ചുവട് വെക്കുമ്പോഴും അബ്രഹാം അറിഞ്ഞില്ല നാളെ അത് അവനും അവൻ്റെ മക്കൾക്ക് ശാശ്വതമായിട്ടുള്ളതാണെന്ന്. ദൈവത്തോടുകൂടെ നടക്കുന്നവൻ കാലടി വെക്കുന്നതെല്ലാം പിന്നത്തേതിൽ അവൻ്റേതായി മാറുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. കേരളം എന്താണ് അനുഗ്രഹിക്കപ്പെടാൻ കാരണം? കർത്താവായ യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ കാൽനടയായി ആ കാലത്ത് തലങ്ങനെ വിലങ്ങനെ നടന്ന് തലപൊക്കി നോക്കിയ സ്ഥലമാണ് കേരളം. കേരളത്തിലുള്ളവർ എവിടെ പോയാലും ഒന്നാം നിരയിലെത്തിയത് എങ്ങനെയാണ്? ജോലിയിൽ, വിദ്യാഭ്യാസത്തിൽ, ഏത് രാജ്യത്ത് ചെന്നാലും അവരൊരു പ്രകാശമാണ്. മലയാളികൾ എവിടെ ചെന്നാലും ഒരനുഗ്രഹമാണ്. അതിൻ്റെ കാരണം എന്താണ്? മലയാളികൾക്ക് വേണ്ടി കർത്താവ് 12 പേരിൽ ഒരാളെ ഈ കൊച്ചു കേരളത്തിലേക്ക് അയച്ചു. കൊടുങ്ങല്ലൂര് വന്നിറങ്ങിയ തോമസ് അപ്പോസ്തലൻ 7 പള്ളികൾ സ്ഥാപിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. നിരണം, പാലയൂർ, നിലക്കൽ, കോട്ടയ്ക്കാവ്, കൊത്തമംഗലം, കൊല്ലം, മാല്യങ്കര, പിന്നെ ഒരു അരപ്പള്ളി കൂടിയുണ്ട്. 7 പള്ളികൾ. പിന്നത്തേതിൽ അതെല്ലാം മതങ്ങളായി മാറിയെങ്കിലും കാലാന്തരത്തിൽ അതെല്ലാം മതങ്ങളുടെ തോമസിലേക്ക് ശേഷം, ശിഷ്യന്മാർക്ക് ശേഷം പിന്നത്തേതിൽ അതെല്ലാം മതങ്ങളായി മാറി. എന്നാൽ ഇന്നും ആ പള്ളികളിൽ ചെന്നാൽ തോമസ് അപ്പോസ്തലൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളത് ചിലർ എന്നോട് പറയാനിടയായി. അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനവും കർത്തൃമേശയും പരിശുദ്ധാത്മാഭിഷേകമൊക്കെ ഈ മലയാളി പരിചയപ്പെട്ടത് ഇന്നലെയല്ല, യേശു കർത്താവിൻ്റെ കാലത്ത് തന്നെ അത് പരിചയപ്പെട്ടു. അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ അത് സംഭവിച്ചു. 12 പേരിൽ ഒരാളെ നമുക്ക് വേണ്ടി അയച്ചു. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞ പോലെ നാം മലയാളികൾ അദ്ദേഹത്തെ കൈക്കൊണ്ടു. യേശുവിനെയാണ് നാം കൈക്കൊണ്ടത്. എൻ്റെ നാമത്തിൽ വരുന്നവനെ കൈക്കൊള്ളുമ്പോൾ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുമ്പോൾ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു എന്ന് യേശു പറഞ്ഞില്ലേ? അതാണ് മലയാളികൾക്കുണ്ടായ അനുഗ്രഹം. അങ്ങനെ നടന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം അഭിവൃദ്ധിപ്പെടും. ഈ സ്ഥലത്തിന് വിരോധമായി എല്ലാം ക്യാൻസലായി പോകും. ഈ സ്ഥലത്ത് ഒരു അനുഗ്രഹത്തിൻ്റെ സാധ്യത കിടപ്പുണ്ട്. ഈ സ്ഥലത്ത് ഒരു അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും നന്മയ്ക്കും സാധ്യതയുണ്ട്. കാരണം യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യൻ തലങ്ങനെ വിലങ്ങനെ നടന്ന് തല ഉയർത്തി നോക്കിയ സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഉണർവിൻ്റെ കാറ്റടിക്കും. അത് നിശ്ചയമാണ്. അന്ത്യകാല ഉണർവ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ആരംഭിക്കും. അത് നിശ്ചയമാണ്. മലയാളി, ഏത് ഉണർവിൻ്റെ പുറകിൽ ഒരു മലയാളി ഉണ്ടാകും. അത് വടക്കേ ഇന്ത്യയിൽ പോയി ഇന്ന് ശക്തമായ സഭകൾ സ്ഥാപിച്ച പല ദൈവദാസന്മാരുടെയും പുറകിൽ ഒരു മലയാളിയുണ്ട്. സതീഷ് കുമാർ എന്ന തെലുങ്കാനയിലെ ആ വലിയ സഭയുടെ പുറകിൽ മലയാളികളുണ്ട്. എവിടെ ചെന്നാലും, ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ ഒരു മലയാളിയെ കാണാൻ കഴിയും, നല്ല കാര്യങ്ങളിൽ. അപ്പോൾ അതിൻ്റെ കാരണം ഒരു ബ്ലെസ്സിങ് ആണ്. അബ്രഹാം കാലുകുത്തിയ സ്ഥലം പിന്നത്തേതിൽ ഒരു ബ്ലെസ്സിങ് ആയി മാറുകയാണ്. ഞാൻ ഈ 2 പേരുടെ പേര് പറഞ്ഞു. ഒന്ന് തോമസ് അപ്പോസ്തലൻ, 2 അബ്രഹാം. വിശ്വാസത്തോടെ കാലുകുത്തുന്ന, വിശ്വാസത്തോടെ നോക്കിക്കാണുന്ന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന, ഒന്നും കാണാതെ ഒരു കാലടി പോലും നിലമില്ലാത്ത കാലത്ത് കാലടികൾ വെക്കുന്ന വ്യക്തികൾ അറിയണം, ഇത് പിന്നത്തേതിൽ ഒരു ബ്ലെസ്സിങ് ആയി ശാശ്വത അവകാശമായി മാറും. അതുകൊണ്ട് നിങ്ങൾ നടക്കുക, നെടുകയും കുറുകയും സഞ്ചരിക്കുക. നിങ്ങൾക്കുള്ള സൈക്കിളുമായിട്ട് ചില ഏരിയ ചുറ്റുക, നിങ്ങൾക്കുള്ള വാഹനങ്ങളുമായി ചില ഏരിയകളെ ചുറ്റുക. പിന്നത്തേതിൽ അതെല്ലാം നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ സാധ്യതകളാക്കി അതിനെ മാറ്റും. നിങ്ങളിലൂടെ തന്നെ ദൈവം അത് ചെയ്യും. അബ്രഹാം കാലുകുത്തി, ആ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടു. തോമസ് അപ്പോസ്തലൻ കാലുകുത്തി, നമ്മുടെ കൊച്ചു കേരളക്കാരെ അനുഗ്രഹിക്കപ്പെട്ടു.
ഈ പ്രാർത്ഥനാ പ്രോഗ്രാം പല രാജ്യത്തിരുന്ന് കാണുമ്പോൾ നിങ്ങൾ എവിടെ ഇരുന്ന് കണ്ടാലും നിങ്ങൾ മലയാളികളാണ്. നിങ്ങൾ എവിടെ ഇരുന്ന് കണ്ടാലും നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പുറകിൽ, നിങ്ങൾ ആ രാജ്യത്ത് ചെന്നതിൻ്റെ കാരണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് നിലം വിറ്റ് പോകുന്നവർ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ മൊത്തം നിലം വിറ്റുകൊണ്ട് പോകരുത്. ഈ സ്ഥലത്ത് വെച്ച് ആണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഈ സ്ഥലം ഒരു അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ്. നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് സ്ഥലം ഇട്ടേക്ക്. ഒരു പ്രയർ ടവറായിട്ടോ ആ ദൈവസഭയ്ക്ക് വേണ്ടിയോ എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യം പോലെ പല രാജ്യങ്ങളിൽ ദൈവം നന്മ തന്നപ്പോൾ കൊച്ചു കേരളത്തിലെ സ്ഥലങ്ങൾ അന്യജാതിക്കാർക്ക് വിറ്റ് നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യത്തിന് അതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങളുടെ പൂർവികന്മാർ അനുഗ്രഹിക്കപ്പെട്ട ഈ നാട്ടിലാണ്. അതുകൊണ്ട് മലയാളക്കരയെ മറന്നുകൊണ്ടുള്ള യാത്രകളിൽ നിങ്ങൾ മലയാളക്കരയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടേ പോകാവൂ. ഇതൊരു ദൂതായി ഏറ്റെടുക്കുക. അബ്രഹാം കാലുകുത്തിയ സ്ഥലം, അബ്രഹാമിൻ്റെ കണ്ണുകൾ പതിഞ്ഞ സ്ഥലം, എല്ലാ മലകളും അബ്രഹാം പോയി, എന്നിട്ടും വാഗ്ദത്തം പോയില്ല. ആത്മാവിൽ സഞ്ചരിക്കുന്ന നീ കാണുന്നത് കർത്താവ് കാണുന്നത് പോലെ, ആത്മാവിൽ സഞ്ചരിക്കുന്ന നീ കാലുകുത്തുന്നത് കർത്താവ് കാലുകുത്തുന്നത് പോലെയാണ്. നിന്റെ കാലുകൾ കർത്താവിൻ്റെ കാല് പോലെയാണ്, നിന്റെ കൈകൾ കർത്താവിൻ്റെ കൈകൾ പോലെയാണ്, നിന്റെ വാക്കുകൾ യേശുവിൻ്റെ വാക്ക് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളായി എന്ന് പൗലോസ് പറയുന്നത്, ആ വാക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കുക. നമ്മൾ കർത്താവിന് പകരമാണ്. കർത്താവ് കാലുകുത്തേണ്ടിടത്ത്, കർത്താവ് പോകേണ്ടിടത്ത്, കർത്താവ് ചെയ്യേണ്ടിടത്ത് എല്ലാം നമുക്ക് ദൗത്യമുണ്ട്. അടുത്തത് 6-ാമത്തെ വാക്യം, അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും, ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. മക്കളില്ലാത്ത സമയത്ത് ദൈവം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അത് പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാകും, മക്കൾ അന്യദേശത്ത് പാർക്കും, എന്നാൽ അവർ ബഹുസമ്പത്തോടുകൂടി പുറപ്പെടുമെന്ന്. അടുത്ത 7-ാമത്തെ വാക്യം, അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും, അതിന് ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. അപ്പോൾ ചിലതൊക്കെ ദൈവം അറിയാതെയല്ല, അന്യദേശത്ത് പോയി ആ ജാതിയെ സേവിച്ച് അവിടെ അടിമകളായിരുന്ന് അവിടെ നിന്ന് ആമേൻ തിരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളോടുകൂടി അവർ മടങ്ങി വരുന്നത് ലോകം മുഴുവനും യേശു കർത്താവെന്ന്, അല്ലെങ്കിൽ ദൈവം ദൈവമാണെന്ന്, ഒരു ദൈവം ജീവിക്കുന്നു എന്ന് അറിയുവാൻ അതൊരു കാരണമായി. കർത്താവിന് ഈ ഒരു സാധ്യത വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അന്യദേശത്ത് അവർ പാർക്കാതെ നേരെ ഇല്ല. ഓരോ വേദനകളിലൂടെയും ഓരോ പാഠങ്ങളുണ്ട്, ഓരോ സാഹചര്യത്തിലൂടെയും ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കാനുള്ള ആത്മീക പക്വതയില്ലാതെ പോകുന്നു. ഏതു സമയത്തും ദൈവം മാത്രമാണ് ശരി, ദൈവം മാത്രമാണ് വിജയം, ദൈവം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വഴികളാണ് നിലനിൽക്കുന്ന വഴികൾ, ദൈവത്തിൻ്റെ പ്ലാനുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. ദൈവത്തിൻ്റെ വായിൽ നീതികേടില്ല, ദൈവത്തിൻ്റെ പ്രവർത്തികൾ എല്ലാം ശ്രേഷ്ഠമാണ്. ഈ സത്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയും പരാതികൾ പറയില്ല. എന്തിന് അന്യദേശത്ത് 400 വർഷം? അതെ, ദൈവത്തിന് പ്ലാനുകളും പദ്ധതികളുമുണ്ട്. ദൈവത്തിന് അവരെ വലിയൊരു സൈന്യമായി കൊണ്ടുവരണം, ദൈവത്തിന് അവരെ വലിയ സമ്പന്നരായി കൊണ്ടുവരണം. ഒരു രാത്രി കൊണ്ട് അവർ സൈന്യമായി, ഒരു രാത്രി കൊണ്ട് അവർ സമ്പന്നരായി, ഒരു രാത്രി കൊണ്ട് അവർ ശക്തരായി മാറി, ഒരു രാത്രി കൊണ്ട് അവരെ ദൈവം പുറപ്പെടുവിച്ചു. അതാണ് പെസക എന്ന ആ പുറപ്പാട്. അതായത് അവരുടെ അപ്പം പുളിക്കുന്നതിന് മുമ്പേ അവർ പുറപ്പെട്ടു. അതിനു മുമ്പേ ആ ദേശക്കാർ പറഞ്ഞു ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അതുപോലെ ദൈവത്തിൻ്റെ കരം മിസ്രൈമിൽ വലുതായിരുന്നു. 10 ബാധകളിലൂടെ ദൈവം ആരാണെന്ന് ഫറവോനെയും ആ രാജ്യത്തെയും ദൈവം കാണിച്ചു കൊടുത്തു. ദൈവം ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് നമ്മൾ മറുപടി പറഞ്ഞാൽ ശരിയാകില്ല. ദൈവം തന്നെ, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ദൈവം കൊടുക്കും. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ മാത്രമേ ആ മറുപടി ദൈവം കൊടുക്കുകയുള്ളൂ. മോശയും
കൂടെയുള്ളവരും ദൈവത്തിനു വേണ്ടി നിന്നപ്പോൾ ദൈവം മറുപടി പറയാൻ തുടങ്ങി. ഞാൻ ആരാണ്? ഫറവോൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി, ചെങ്കടലിൽ ഉപ്പുവെള്ളം കുടിച്ച് മുങ്ങിത്താഴുമ്പോൾ ഫറവോന് മനസ്സിലായി യഹോവ ആരാണ്. അപ്പോഴേക്കും വൈകിപ്പോയി. കണ്ടെത്താകുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിക്കണം, അവനെ വിശ്വസിക്കണം, അവനിൽ ആശ്രയിക്കണം. അവങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചില്ല എന്ന സത്യങ്ങൾ നാം മനസ്സിലാക്കുവാൻ ഏത് വലിയ, ഏത് ദുഷ്ടനെയും, ഏത് കഠിനനെയും, ഏത് ശക്തനെയും ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള പാഠം ഇസ്രായേൽ മക്കൾ പഠിച്ചത് ഫറവോന്റെ ചരിത്രത്തിലൂടെയാണ്. അടിമ വീട്ടിൽ വെച്ചാണ്. അതെ, അടിമ വീട്ടിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുന്നത് മറ്റുള്ള ജാതികൾ കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ അശേഷം ചൈതന്യമില്ലാതെയായി, അവരുടെ ഉള്ളം ഉരുകിപ്പോയി എന്നൊക്കെ രാഹബ് തൻ്റെ ചരിത്രത്തിൽ പറയുന്നത് നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ കാണാം. അതെ, അവൾ തീരുമാനമെടുത്തു, ഈ ദൈവമാണ് ദൈവം. ദൈവത്തെ എല്ലാവരും ഭയപ്പെടത്തക്ക രീതിയിൽ ലോകം മുഴുവനും അറിയുന്ന ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് അറിയിക്കേണ്ടതിനും തന്നേക്കാൾ മുകളിൽ വേറെ ആരുമില്ല എന്ന് കാണിക്കേണ്ടതിനും ദൈവം പല അനുഭവങ്ങളിലൂടെ അവരെ കടത്തിവിട്ടു. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. എപ്പോഴും എല്ലാറ്റിനും നന്ദി പറയുന്ന ഒരു ശീലം വളർത്തിയെടുക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് കേട്ട ദൈവവചനം പോലെ ദൈവം എപ്പോഴും നീതിമാൻ, ദൈവത്തിൻ്റെ പ്ലാനുകൾ എപ്പോഴും നല്ലത്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മാറ്റമില്ല. കർത്താവ് എന്ത് പദ്ധതി ഇടുന്നോ അത് മാത്രമാണ് സക്സസ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഇവർക്കെതിരെയുള്ള പദ്ധതികൾ ക്യാൻസലായി പോകട്ടെ. ഇവരിന്ന് കടന്നു പോകുന്നതെല്ലാം നന്മയാണെന്ന് പിന്നത്തേതിൽ മനസ്സിലാകത്തക്ക രീതിയിൽ അവിടുന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അത്ഭുത രോഗസൗഖ്യങ്ങൾ ഞങ്ങൾ കൽപ്പിച്ചാക്കും. എല്ലാവിധ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും, വേദനകൾ വിട്ടുമാറും. ദൈവരാജ്യത്തിൽ ഏറ്റവും അധികം ഫലമുള്ളവരാണ്. മലയാളക്കരയിൽ അവിടുന്ന് അയച്ച തോമസ് അപ്പോസ്തലനായിട്ട് സ്തോത്രം. ഈ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ട മണ്ണാകയാൽ ഈ മണ്ണിൽ വലിയൊരു ഉണർവുള്ളത് കൊണ്ട് ഈ മണ്ണിൻ്റെ ഒരു ഭാഗമായി നിൽക്കുവാൻ എല്ലാവരെയും ഇനിയും നാട് വിട്ട് വീട് വിറ്റ് എല്ലാവരും പോകാതെ ഇതിൻ്റെ ഈ നന്മയുടെ ഒരു ഭാഗമായി നിൽക്കാൻ അവരെ അങ്ങ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന വ്യാഴാഴ്ച രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുണ്ട്. വരിക, അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലസ് യു.